നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ഈ ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ ഓണാശംസകൾ നേരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വെളിച്ചം പകർന്ന് അറിവിന്റെ പാത കാട്ടിയ ഗുരുക്കന്മാരെ ആദരിക്കാനായി ഈ വേദിയിൽ ഒത്തുകൂടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ മനസ്സോടെ സ്വാഗതം. ഓണം എന്നത് പൂക്കളിന്റെയും സദ്യയുടെയും മാത്രമല്ല, നമ്മളാക്കിയ നല്ല മനസ്സുകളെ ഓർക്കാനുള്ള അവസരം കൂടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വിത്ത് മണ്ണിൽ മുളയ്ക്കുന്നത് പോലെ അറിവിന്റെയും നല്ല ചിന്തകളുടെയും വിത്തുകൾ പാകിയത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. അവർ വെറും പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചവരല്ല, ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്നു നൽകിയവരാണ്. ഒരു ശില്പി കല്ലിനെ മനോഹരമായി രൂപമാക്കുന്നത് പോലെ അവർ നമ്മുടെ സ്വപ്നങ്ങൾക്ക് രൂപം നൽകി. ഒരു തോട്ടക്കാരൻ പൂക്കളെ പരിപാലിക്കുന്നത് പോലെ അവർ നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു വഴി അറിയാതെ നിൽക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് നടത്തിയ ഒരു ഗുരുവിന്റെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാകും. അവരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാറ്റ് പോലെയാണ്. ആ കാറ്റ് നമ്മുടെ മനസ്സിൽ സന്തോഷവും വളർച്ചയും നല്ല ചിന്തകളും നിറയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഓണാഘോഷ വേളയിൽ നമ്മുടെ ഗുരുക്കന്മാർക്ക് നമ്മുടെ സ്നേഹവും നന്ദിയും അറിയിക്കാൻ സമയമായി. ഈ ഓണാഘോഷ വേളയിൽ നമ്മുടെ ഗുരുക്കന്മാരെ ആദരിക്കാനുള്ള മഹനീയമായ നിമിഷത്തിൽ വിശിഷ്ടാതികളായ ബഹുമാനപ്പെട്ട നമ്മുടെ ട്രസ്റ്റി ജെയിംസ് അങ്കിനെയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അച്ഛൻ റെവറൻഡ് ഫാദർ ജോസഫ് അച്ഛനെയും നമ്മുടെ അധ്യാപകർക്ക് മെഡലുകൾ നൽകി ചടങ്ങ് ഭംഗിയാക്കാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അച്ചടക്കത്തോടെയും കഠിനാധ്വാനത്തോടെയും ഓരോ കാര്യവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നതിൽ നമ്മുടെ എല്ലാം മാതൃകയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോയ്മ ജെയിംസ് ആന്റിയെ ഈ രീതിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പള്ളിയുടെ എല്ലാ പരിപാടികൾക്കും ശബ്ദവും ജീവനും നൽകി അവയെല്ലാം ഭംഗിയായി അവതരിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട റീവ സജിയാനിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you so much, Lady Auntie, for your valuable service. എപ്പോഴും സന്തോഷവും ഊർജ്ജസ്വലതയും നിറഞ്ഞ ഏത് ചുമതലയും മനോഹരമായി പൂർത്തിയാക്കാനുള്ള കഴിവുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മിനി വർഗീസ് ആന്റിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിനി ആന്റി ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല, അപ്പം ഞങ്ങളുടെ സ്നേഹം ആന്റി അറിയിക്കുന്നു. ഒരു തൂണിനെ പോലെ വിശ്വസിക്കാവുന്നതും ഏത് കാര്യത്തിലും ഉത്തരവാദിത്വ ബോധത്തോടെ മുന്നിട്ടിറങ്ങുന്നതുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാജൻ രാജുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Sanjay, for your principles. എല്ലാവരും കൈയടിച്ച്. Thank you so much. Her can-do spirit is infectious. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഊർജ്ജസ്വലയും എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നതുമായ നമ്മുടെ പ്രിയപ്പെട്ട ആഗ്നസ് മേരി ജോൺസനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you so much, Agnes, for your valuable services. Last but not the least, ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം അഭിമാനവും പ്രചോദനവുമായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിളക്ക് ഇരുട്ടിൽ വെളിച്ചം പറയുന്നത് പോലെ അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വെളിച്ചം നൽകുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ച് വളരാൻ പഠിപ്പിച്ച നമ്മുടെ എല്ലാം വഴികാട്ടിയാണ് അദ്ദേഹം. നമ്മുടെ എല്ലാം ആരാധ്യനായ സെന്റ് ഗ്രിഗോറിയസ് സ്കൂൾ മിററ്റ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോൺസൺ ഐ ബച്ചനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന ഒരു പ്രിൻസിപ്പൽ മാത്രമല്ല, ഒരു സമൂഹം എങ്ങനെ ഒരുമിച്ച് വളരണം എന്ന്
പഠിപ്പിച്ച ഒരു നല്ല മനുഷ്യൻ കൂടെയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുകയും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാം അതിയായ സന്തോഷവുമുണ്ട്. താങ്ക് യു അച്ഛൻ.